കേരള സംഗീത നാടക അക്കാദമിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ് ഇറ്റ് ഫോക്ക് ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള എന്നുള്ളത്. 13 അന്തർദേശീയ നാടകോത്സവങ്ങൾ ഇതിനകം അക്കാദമി വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞു. 14ാമത്തെ എഡിഷൻ ഫെബ്രുവരി 16 അതിൻ്റെ അവസാന അവതരണവും കഴിയുമ്പോൾ 14ാമത്തെ എഡിഷനും അങ്ങനെ തിരശ്ശീല വീഴും. കേരള സംഗീത നാടക അക്കാദമിക്ക് ദീർഘകാലത്തെ പ്രവർത്തന, അതിൻ്റെ 68ാമത്തെ വർഷത്തെ അത്രയും ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുള്ള ഒരു സ്ഥാപനമാണ് കേരള സംഗീത നാടക അക്കാദമി. 2006 അക്കാദമിയുടെ ചെയർമാനായി ഭരത് മുരളി, വിഖ്യാത അഭിനേതാവും ഫിലിം ആക്ടറും നാടക അഭിനേതാവുമൊക്കെ ആയിട്ടുള്ള ഭരത് മുരളി അക്കാദമിയുടെ ചെയർമാനായി വരുന്നതോടുകൂടിയാണ് അക്കാദമിയുടെ പ്രവർത്തനങ്ങളെ സമൂലം നവീകരിക്കുന്ന ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ എന്ന ഒരു ആശയം രൂപീകരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അക്കാദമി ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ സംഭാവന. യഥാർത്ഥത്തിൽ ലോകനാടകം എന്ന ഒരാശയം അതിനു മുൻപ് ചെയർമാനായിരുന്ന ഈ കേരളത്തിൻ്റെ ലോകനാടകക്കാരനായി അറിയപ്പെട്ടിരുന്ന കാവാലം നാരായണ പണിക്കരാണ് ഈ ആശയം ആദ്യമായി, അന്നത് ലോകനാടകം എന്നുള്ളൊരാശയമാണ് കാവാലം കൊണ്ടുവന്നത്. പക്ഷെ എന്തുകൊണ്ടോ ആരാധ്യനായ കാവാലത്തിന് ആ ആശയത്തെ സാക്ഷാത്കരിക്കാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം ഭരത് മുരളി ചെയർമാനായിരിക്കുമ്പോഴാണ് ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ എന്ന ഒരു ആശയത്തെ കൊണ്ടുവരികയും അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ പ്രഭാകരൻ പഴശ്ശിയും അന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അത് വളരെ വലിയ നിലയിൽ ആ ആശയത്തെ സ്വാഗതം ചെയ്യുകയും ആദ്യത്തെ അന്തർദേശീയ നാടകോത്സവം അത് ഏഷ്യൻ തിയേറ്റർ ഫെസ്റ്റിവൽ എന്നാണ് ആദ്യത്തെ രാജ്യാന്തര നാടകോത്സവത്തിന്. അന്ന് ഇറ്റ് ഫോക്ക് എന്നുള്ള പേര് ബ്രാൻഡ് നെയിം അന്ന് ആയിരുന്നില്ല. അന്ന് ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ എന്നതിന് പകരം ഏഷ്യൻ തിയേറ്റർ ഫെസ്റ്റിവൽ എന്ന് തന്നെയായിരുന്നു ആൾക്കാർ ആ ഫെസ്റ്റിവലിനെ വിളിച്ചിരുന്നത്. ഇറ്റ് ഫോക്ക് എന്നൊന്നും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതൊരു വലിയൊരു ഓപ്പണിംഗ് ആയിരുന്നു. നമുക്ക് കേരളത്തിന് ഇന്ന് സ്വന്തമായി കേരളത്തിൻ്റേത് മാത്രമായിട്ടുള്ള പലവിധ ഇൻ്റർനാഷണൽ ഇവൻറ്റുകളും ഫെസ്റ്റിവലുകളും ഉണ്ട്. IFFK ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുണ്ട്. അതിനുശേഷം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന കൊച്ചിൻ ബിനാലെ വന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ധാരാളം ലിറ്റററി ഫെസ്റ്റിവലുകളുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിലുള്ള ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇപ്പോൾ തൃശ്ശൂരിൽ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അന്ന് IFFKക്ക് ശേഷം IFFK മാത്രമായിരുന്നു കേരളത്തിൽ നിന്നും വിപുലമായ രീതിയിൽ ഇൻ്റർനാഷണലുകൾ വരികയും ഒരു സ്ഥലത്ത് ഒത്തുചേരുകയും ചെയ്തിരുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് IFFK മാത്രമായിരുന്നു. IFFKക്ക് ശേഷമാണ് ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ എന്നുള്ള ഒരു ആശയവും അത് അങ്ങനെ ഒരു സാധ്യത എന്ത് എന്നുള്ളത് ഏഷ്യൻ തിയേറ്റർ ഫെസ്റ്റിവൽ യാഥാർത്ഥ്യമാക്കിയപ്പോൾ അത് പലർക്കും അവിശ്വസനീയമായി തോന്നി. ഇത് സാധ്യമാവുമോ എന്നുള്ളതായിരുന്നു. കാരണം ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നത് പോലെ അല്ല ഒരു ഇൻ്റർനാഷണൽ തിയേറ്റർ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. കാരണം അതിൽ അത്രയും ആളുകൾ വേണം, അതിൻ്റെ അത്രയും അധ്വാനം വേണം, അതിൻ്റെ എല്ലാ സന്നാഹങ്ങളും ഇവിടെ ഒരുക്കേണ്ടതുണ്ട്. ഒന്ന് സംഗീത നാടക അക്കാദമി പോലെ സംസ്ഥാനത്തിനകത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനത്തിന് അതിൻ്റെ കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതായിരുന്നു അതിൻ്റെ വലിയ പ്രശ്നങ്ങളിലൊന്ന്. പക്ഷേ അതെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അന്ന് ആദ്യത്തെ ഏഷ്യൻ തിയേറ്റർ ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്നത് ശൈലജയാണ്. അത് വലിയൊരു ഫെസ്റ്റിവലായിട്ടാണ് ഏഷ്യൻ തിയേറ്റർ ഫെസ്റ്റിവൽ അന്ന് അവസാനിച്ചിരുന്നത്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ചൈനയിലെ ബീജിങ്ങിലെ ഏറ്റവും വലിയ ഒപ്പേറ സംഘമാണ് അന്ന് ആദ്യത്തെ നാടകം അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയത്. അന്നത്തെ നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തോട് ചേർന്നുള്ള കോർപ്പറേഷൻ ഗ്രൗണ്ടിൻ്റെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ ഇതുപോലെ ആയിരുന്നില്ല. അന്ന് റോഡിൻ്റെ ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള വലിയൊരു പന്തലൊരുക്കി എന്തായാലും 5000 പേരെങ്കിലും ആദ്യത്തെ ചൈനീസ് ഒപ്പേറ കാണാൻ എത്തിയിട്ടുണ്ടാവും. ഒരുപക്ഷെ കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കണ്ട ഒരു നാടക അനുഭവം അതായിരിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ചൈനീസ് ഒപ്പേറ കാണാൻ അത്രയും ജനങ്ങളായിരുന്നു തടിച്ചുകൂടിയിരുന്നത്. ഏഷ്യൻ തിയേറ്റർ ഫെസ്റ്റിവൽ അതിൻ്റെ ചരിത്രപരമായ പലവിധ കാരണങ്ങൾ കൊണ്ടും വളരെ ശ്രദ്ധേയമായ ഒരു ഫെസ്റ്റിവലാണ് ഏഷ്യൻ തിയേറ്റർ ഫെസ്റ്റിവൽ. അന്ന് ബോംബ് സ്ഫോടനത്തിനെ തുടർന്ന് രാജ്യം മറ്റൊരു വലിയ രാഷ്ട്രീയപരമായ പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് പാകിസ്ഥാൻ തിയേറ്ററിൽ നിന്നുള്ള മദീഹ ഗൗർ
പാകിസ്ഥാൻ തിയേറ്ററിലെ ഏറ്റവും വലിയ നാടക സംവിധായികയാണ്. അപ്പോൾ പാകിസ്ഥാൻ എന്നുള്ള നാടക സംഘം ഇവിടെ വന്നപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് ചില പ്രതിഷേധങ്ങളൊക്കെ അന്ന് മദീഹ ഗവർണറെ അറിയിക്കുകയും അങ്ങനെ അത് രാഷ്ട്രീയപരമായിട്ടൊക്കെ വലിയ പ്രാധാന്യം നേടിയിരുന്ന ഒരു സംഭവമാണ് ആദ്യത്തെ ഏഷ്യൻ തിയേറ്റർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അത് കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ എക്കാലത്തെയും വലിയ നാടക പ്രതിഭയായിട്ടുള്ള ജോസ് ചിറമേലിനുള്ള വലിയൊരു ട്രിബ്യൂട്ട് കൂടിയായിരുന്നു. കാരണം ജോസ് ചിറമേൽ എന്തായിരുന്നു എന്ന് ഒരുപക്ഷെ ഇന്ന് നാടകം കാണുന്ന പലർക്കും ചിലപ്പോൾ ചിറമേലിൻ്റെ നാടകങ്ങൾ കാണാത്ത ആൾക്കാരുണ്ടാകും. എങ്കിലും ഒരു 50 വയസ്സിൻ്റെ അടുത്തെങ്കിലും പ്രായമുള്ള ആൾക്കാരും ആ തിയേറ്ററിൻ്റെ അതിനെ വളരെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അന്നത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ജോസ് ചിറമേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകമായിരുന്ന മുദ്രാരാക്ഷസം. അതേ നാടക സംഘം ജയരാജ് വാര്യർ, മനു ജോസ്, ശശിധരൻ നടുവിൽ, പ്രിയനന്ദൻ, ജയേന്ദ്രൻ, നന്ദകിഷോർ, അങ്ങനെ ആ കാലത്ത് അഭിനയിച്ചിരുന്ന ആൾക്കാരൊക്കെ മുദ്രാരാക്ഷസം അവതരിപ്പിച്ചു. അത് മുദ്രാരാക്ഷസം അന്ന് അവതരിപ്പിച്ചതിനേക്കാൾ ഏറ്റവും മികച്ച പ്രൊഡക്ഷനായിട്ടാണ് മുദ്രാരാക്ഷസം അന്ന് അവതരിപ്പിച്ചത്. ആ നാടകം കണ്ട് അത്ഭുതപ്പെട്ടവർ എന്തായിരുന്നു ജോസ് ചിറമേലെന്ന് അങ്ങനെ ഏഷ്യൻ തിയേറ്റർ ഫെസ്റ്റിവൽ എല്ലാ അർത്ഥത്തിലും ഒരു പുതിയ അനുഭവവും അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെയും ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള നാടകപ്രവർത്തകരും സാധാരണ ജനങ്ങളും സ്ത്രീകളും കുട്ടികളും ഇറ്റ്ഫോക്ക് മറ്റു നാടകങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസപ്പെടുന്നത് അതിൻ്റെ ആശയത്തെ രൂപീകരിക്കുന്നതിലും അതിനെ കൺസീവ് ചെയ്യുന്നതിലാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളത് ഇതുവരെ എല്ലാ ഇറ്റ്ഫോക്കിൻ്റെയും പ്രത്യേകതയാണ്. അത് സാധാരണക്കാരെയും തൊഴിലാളികളെയും അമ്മമാരെയും കുട്ടികളെയും വലിയ ഇൻ്റലക്ച്വൽസിനെയും അധ്യാപകരെയും എല്ലാ ജീവിതത്തിൻ്റെ നാനാതുറകളിൽ വ്യാപരിക്കുന്ന എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുക എന്നുള്ള അതിവിപുലവും വിശാലവും മാനുഷികവുമായ വലിയ ആശയങ്ങളെയാണ് ഓരോ ഇറ്റ്ഫോക്കും വിഭാവനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്തർദേശീയ നാടകോത്സവത്തിലേക്ക് നാടകങ്ങൾ കാണാൻ വലിയ രീതിയിലുള്ള ജനത്തിരക്ക് അത് അതിൻ്റെ ആദ്യത്തെ ഇറ്റ്ഫോക്ക് മുതൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം നാടകം കാണുന്നതിന് ജീവിതത്തിൻ്റെ എല്ലാ തുറയിലും വ്യാപരിക്കുന്നവർ എത്തുന്നു എന്നുള്ളത്. അതുപോലെ മറ്റൊരു സവിശേഷത, നിരവധി കുട്ടികൾക്ക് വേണ്ടിയുള്ള ചില പ്രത്യേക പ്രൊഡക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ അധ്യാപകർ അവരെ വിദ്യാർത്ഥികളെ കാണിക്കുകയും അങ്ങനെ മറ്റ് തിയേറ്റർ ഫെസ്റ്റിവലുകൾക്ക് ഇല്ലാതത്രയും ഒരു ജനകീയത ഇറ്റ്ഫോക്കിന് കൈവന്നു എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ആദ്യത്തെ എഡീഷനെ തുടർന്ന് പിന്നീട് വരുന്നത് ആഫ്രിക്കൻ തിയേറ്റർ ഫെസ്റ്റിവലാണ്. ഈ ആഫ്രിക്കൻ തിയേറ്റർ ഫെസ്റ്റിവലോടുകൂടി ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ എന്നുള്ളൊരു സംഗതി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയും ലോക നാടകവേദിയിൽ കേരളവും തൃശ്ശൂരും സംഗീത നാടക അക്കാദമി എന്ന് പറയുന്ന ഒരു കേരളത്തിലെ ഒരു ഗവൺമെൻറ് സ്ഥാപനം ഇത്രയും വലിയൊരു പ്രോഗ്രാം നടത്താനുള്ള കപ്പാസിറ്റി അത് നേടിയെടുത്തു എന്നും അങ്ങനെ ലോക നാടക പ്രവർത്തകരുടെ ലോകത്തെ ഏറ്റവും മികച്ച തിയേറ്റർ പ്രാക്ടീഷണേഴ്സിൻ്റെ ശ്രദ്ധയിലേക്ക് തൃശ്ശൂരും സംഗീത നാടക അക്കാദമിയും കേരളവും കടന്നു വരുന്നത് ഏതാണ്ട് രണ്ടാമത്തെ ആഫ്രിക്കൻ തിയേറ്റർ ഫെസ്റ്റിവലിൻ്റെ എഡിഷനോട് കൂടിയാണ്. പിന്നീട് വന്ന ലാറ്റിൻ അമേരിക്കൻ തിയേറ്റർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംഘാടനം കൊണ്ടും നാടകങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും ഇവിടെ വന്ന കലാകാരന്മാരുടെ കൊണ്ടും അത് 10 ദിവസം നീണ്ടു നിന്ന അതിൻ്റെ ലാറ്റിൻ അമേരിക്കയിൽ ഏറ്റവും മികച്ച തിയേറ്റർ സംഘങ്ങളും നാടക സംഘങ്ങളും അങ്ങനെ വളരെ വിപുലമായൊരു തിയേറ്ററായിരുന്നു ലാറ്റിൻ അമേരിക്കൻ തിയേറ്റർ ഫെസ്റ്റിവൽ. അതിനുശേഷം വന്നിട്ടുള്ളത് ഷേക്സ്പിയർ, അതുപോലെ ലോക നാടകത്തിലെ മാസ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വലിയ ഫെസ്റ്റിവലാണ് പിന്നീട് വന്നിട്ടുള്ളത്. അങ്ങനെ ആദ്യത്തെ 3-4 എഡീഷൻ കഴിയുന്നതോടുകൂടി ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തൃശ്ശൂരിൻ്റെ ഇപ്പോൾ നമുക്ക് തൃശ്ശൂർ പൂരമൊക്കെ ഉണ്ട്, അത് ലോകം അറിയുന്നതാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ തൃശ്ശൂരിനെ മാർക്ക് ചെയ്യപ്പെടുന്നത്, ബ്രാൻഡ് ചെയ്യപ്പെടുന്നത് ലോകത്ത് ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലോട് കൂടിയാണ്. പിന്നെയും കൺട്രി ഫോക്കസ് എന്ന പേരിൽ വീണ്ടും ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നുള്ള രാജ്യങ്ങളുടെ ഒരു മിക്സഡ് കോംബോ ആണ് പിന്നീട് വരുന്നത്. അതിനുശേഷം പിന്നെ യുദ്ധവും കെടുതികളൊക്കെ അനുഭവിക്കുന്ന ഈ ക്ലാസ് ബാറും റേസിസവും ഒക്കെ നേരിടുന്ന വലിയ കൺട്രികളിൽ നിന്നുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നാടകങ്ങളാണ് പിന്നീട് വന്നിട്ടുള്ളത്. അതിനൊരു ക്രൈസിസ് നേരിടുന്നത് 2018 പ്രളയവും അതിനെ തുടർന്നുണ്ടായ കോവിഡും. ഈ രണ്ട് സംഗതികളും 2018 ഉണ്ടായിരുന്ന പ്രളയം കേരളത്തിൻ്റെ സാമ്പത്തികമായും അതിൻ്റെ സാംസ്കാരികമായ മേഖലയെ പരിപൂർണമായും നിശ്ചലമാക്കുകയും
നമ്മളെല്ലാവരും വിറങ്ങലിച്ച് നിന്ന് പോയ ഒരു കാലമാണ്. അതിനെ തുടർന്ന് തന്നെയാണ് കോവിഡ് വരുന്നത്. കോവിഡ് വരുന്നതോടുകൂടി ലോകക്രമം തന്നെ മാറ്റിമറിച്ചതാണ് കോവിഡ്. ഈ സമയങ്ങളിൽ 2 വർഷം തുടർച്ചയായി അക്കാഡമിയുടെ പ്രവർത്തനങ്ങൾ പല വിധത്തിലും നമുക്ക് അതിനെ നിയന്ത്രിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ 2 വർഷങ്ങളും അന്തർദേശീയ നാടകോത്സവം നടന്നിട്ടില്ല. പകരം ഹോപ്പ് ഫെസ്റ്റിവൽ എന്നൊരു ഫെസ്റ്റിവലാണ്, ഒരു പ്രതീക്ഷ. നമുക്ക് ഇറ്റ്ഫോക്ക് നടത്താൻ പറ്റിയില്ലെങ്കിലും ആ തരത്തിൽ അതിൻ്റെ ഒരു അനുരണനം ഉണർത്തുന്ന ഒരു ചെറിയൊരു ഫെസ്റ്റിവലായിരുന്നു. കോവിഡിൻ്റെ അതിൻ്റെ രൂക്ഷത അതേപോലെ നിലനിൽക്കുമ്പോഴും കോവിഡ് പ്രോട്ടോക്കോൾ എല്ലാം പാലിച്ച് കൃത്യമായ ജില്ലാ കളക്ടറുടെയും ഇവിടുത്തെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ എല്ലാ സഹകരണത്തോടും കൂടി ഗവൺമെൻറ് നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഹോപ്പ് എന്നൊരു ഫെസ്റ്റിവൽ നടത്തിയിട്ടുള്ളത്. പക്ഷേ 2023-ൽ അതിൻ്റെ എല്ലാ കേടുപാടുകളും പരിഹരിച്ചുകൊണ്ട് എന്തായിരുന്നു ഇറ്റ്ഫോക്കിൻ്റെ ജനാധിപത്യം, എന്താണ് നാടകങ്ങൾ തിരഞ്ഞെടുപ്പ്, എന്താണ് ആശയം, ഹ്യൂമാനിറ്റി മസ്റ്റ് യുണൈറ്റ് എന്ന് പറയുന്ന 2023-ലെ അവതരണത്തോടുകൂടി ഇറ്റ്ഫോക്കോടുകൂടി ആ ഇറ്റ്ഫോക്കിൻ്റെ പൂർവ്വകാല പാരമ്പര്യവും അതിൻ്റെ എല്ലാ പ്രൗഢിയും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ദീപൻ ശിവരാമനും അനുരാധ കപൂറും അതുപോലെ അനന്തകൃഷ്ണൻ ഉൾപ്പെടുന്ന വലിയൊരു ഡയറക്ടറേറ്റാണ് അന്നത്തെ നാടകങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പീറ്റർ ബ്രൂക്കിനെ പോലെയുള്ള വലിയ ലോകം ആരാധിക്കുന്ന നാടക സംവിധായകർ അതിനകത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇറ്റ്ഫോക്കിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ വരുന്ന വിദേശീയരായ സംവിധായകരുടെയൊക്കെ വിചാരം ഇത്രയും ഒരുപാട് ഇതൊരു തിയേറ്റർ കോംപ്ലക്സ് ആണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. കാരണം ഒരുപാട് തിയേറ്ററും വലിയ സ്ഥലങ്ങളും. പക്ഷേ അത് ഒരുപക്ഷെ അക്കാഡമിക്ക് മാത്രം നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് ഒരു വലിയ ലോകത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു നാടകത്തെ കൺസീവ് ചെയ്യുകയും അത് കൃത്യമായും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അത് അക്കാദമിയുടെ മാത്രം ഒരു സവിശേഷതയാണ്. കാരണം നമുക്ക് വളരെ പരിമിതമായ തിയേറ്റർ സാഹചര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അക്കാദമിയുടെ KT മുഹമ്മദ് തിയേറ്റർ, ആക്ടർ മുരളി തിയേറ്റർ, അതുപോലെ ബ്ലാക്ക് ബോക്സ്, പിന്നെ നമ്മുടെ ക്യാമ്പസ് തൊട്ടടുത്തുള്ള കോർപ്പറേഷൻ ഗ്രൗണ്ട്, രാമനിലയത്തോട് ചേർന്നിട്ടുള്ള കൂത്തമ്പലത്തിൻ്റെയും അതിൻ്റെ പരിസര പ്രദേശം, തൃശ്ശൂർ ടൗൺ ഹാൾ, ലളിതകല അക്കാദമി, സാഹിത്യ അക്കാദമി, അങ്ങനെ ഇവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെയൊക്കെ വിനിയോഗിച്ചുകൊണ്ടാണ്, ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും വലിയൊരു തിയേറ്റർ അനുഭവം ലോകത്തിന് സാധ്യമാക്കി കൊടുക്കുന്നത്.